അവൽ വെച്ചൊരു അലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ രുചികരമായിട്ടുള്ള ഒരു അലുവ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ ഒരു 250 ഗ്രാമിനടുത്ത് അവലെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അവലിപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റവ മിക്സിയിലിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അടിക്കണം. ഈ അവല് മിക്സിയിലിട്ട് അടിച്ച് അത് പൊടിച്ചെടുത്ത ശേഷം ഒരു തേങ്ങയുടെ പാല്, 2ാം പാലും 1ാം പാലും എല്ലാം കൂടിയതാണ്. ആ പാലൊഴിച്ച് ഇത് അരച്ചെടുക്കണം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു. ആ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന അവല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അവലായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്കിപ്പോൾ ഒരു 3-4 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല ഫ്ലേവർ വരും.
ഇതിലേക്ക് നമുക്ക് തനിപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ നന്നായിട്ട് കുറുകി വരണം. നമ്മുടെ ആലുവ ഏതാണ്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒരുമാതിരി നന്നായിട്ട് തന്നെ വറ്റി. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഈ വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് നല്ലൊരു സമയമാകും. അത് ക്ഷമയോടുകൂടി നമ്മളത് നിന്ന് ചെയ്യണം. അപ്പോഴാണ് ടേസ്റ്റി ആയിട്ട് അലുവ എടുക്കാൻ പറ്റുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് നമ്മുടെ അലുവയുടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി തണുക്കാം. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. Life lessons come one in a dozen. The other 11 get something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe